light radiation of wavelength 155 nanometer of incident on a metal surface having work function 5 electron volt. Then find the maximum kinetic energy, stopping potential, minimum possible value of kinetic energy, threshold wavelength, threshold frequency, maximum speed of photoelectron, wavelength which is equal to 155 nanometer. Nanometer. ഈ നാനോ എന്താണ് 10 raised to minus 9 ആണ്. നമുക്ക് മാറ്റി എഴുതാം 10 raised to minus 9. ശരിയാണോ? സോ into 10 raised to minus 9 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 0 ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1550 എന്നാവും. 10 raised to minus 10 എന്നാവും. അത്ര എന്താണ്, അതായത് 1550 ആങ്സ്ട്രോം കിട്ടും. കാര്യം ആങ്സ്ട്രോം നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതിന് എന്താണ് കണ്ടുപിടിക്കുന്നത്, വർക്ക് ഫംഗ്ഷൻ വാല്യൂ ഉണ്ട്. വർക്ക് ഫംഗ്ഷൻ മക്കളെ which is equal to 5 ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഫൈൻഡ് മാക്സിമം കൈനറ്റിക് എനർജി. ഓക്കേ, ഈ പാർട്ടാണ് മാക്സിമം കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി മാക്സിമം കണ്ടുപിടിക്കണം മക്കളെ. കൈനറ്റിക് എനർജി മാക്സിമം which is equal to നമുക്കറിയാം E - 5 ആണ്. സോ 5 ന്റെ വാല്യൂ ഉണ്ട്, E ന്റെ വാല്യൂ ഉണ്ടോടാ? ഇല്ല, കണ്ടുപിടിക്കണം. E which is equal to നമുക്ക് 5 എന്തിനാ കിടക്കണേ, ഇലക്ട്രോൺ വോൾട്ടിൽ കിടക്കണേ. സോ E എന്ത് മതി, E ഇലക്ട്രോൺ വോൾട്ടിൽ മതി നമുക്ക്. സോ E എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? E ഇലക്ട്രോൺ വോൾട്ട് കണ്ടുപിടിക്കാനായിട്ട് 12400 അല്ലേ, 12400 ഡിവൈഡ് ബൈ ലാംഡ which is equal to ലാംഡയുടെ വാല്യൂ എത്രയാണ്, 12400 ഡിവൈഡ് ബൈ 1550. വെട്ടി പോവും 8 കിട്ടും. സോ ആൻസർ മക്കളെ 8 ഇലക്ട്രോൺ വോൾട്ട്. സോ കിട്ടി കൈനറ്റിക് എനർജി മാക്സിമം which is equal to E ന്റെ വാല്യൂ മക്കളെ 8 ആണ്, മൈനസ് 5 ന്റെ വാല്യൂ എത്രയാണ്, 5 ആണ് അല്ലേ, 5 ആണ്. സോ കിട്ടും 3 ഇലക്ട്രോൺ വോൾട്ട്. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത കണ്ടുപിടിക്കണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒരു ഭാഗം കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് കൈനറ്റിക് എനർജി which is equal to EV0. നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേണം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ which is equal to കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ E ആണ്. കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഇപ്പം കണ്ടുപിടിച്ചതേ ഉള്ളൂ. എത്ര മക്കളെ, 3 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ E. ഇയും ക്യാൻസൽ ആവും, നമുക്ക് കിട്ടും 3 വോൾട്ട്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ. സോ നിങ്ങൾക്ക് പല ആൾക്കാരും ചിലപ്പോൾ ഡൗട്ട് തോന്നും, സാർ ഇതെന്ന് പറഞ്ഞ യൂണിറ്റ് അല്ലേ, ഇത് യൂണിറ്റ് അല്ലേ മക്കളെ, ഇതിനെ SI യിലോട്ട് മാറ്റണം. 3 ഇലക്ട്രോൺ വോൾട്ടിനെ SI യിലേക്ക് മാറ്റുന്നത് കിട്ടും നമുക്ക്. 3 ഇലക്ട്രോൺ വോൾട്ടിനെ SI യിലോട്ട് മാറ്റുമ്പോൾ 3 into 1.6 into 10 raised to minus 19 ജൂൾ എന്ന് കിട്ടും. ഇനി താഴെ ആരുണ്ട്, E ഉണ്ട്. E എത്ര മക്കളെ, 1.6 into 10 raised to minus 19 ഉണ്ട്. ഇത് എന്ത് ചെയ്യാം മക്കളെ, ക്യാൻസൽ കളയാം. എത്ര കിട്ടും, 3 കിട്ടും. അതാണ് വേണ്ടി കാണിച്ചത് കേട്ടോ. ഇത്ര കാര്യം മനസ്സിലായോ? ശരി, അപ്പം ഈ കാര്യം മനസ്സിലായി. അടുത്താണ് മിനിമം പോസിബിൾ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. മക്കളെ മിനിമം പോസിബിൾ വാല്യൂ എത്രയാണ്, 0 ആയിരിക്കും എപ്പോഴും. ഞാൻ പറഞ്ഞു കൈനറ്റിക് എനർജിയുടെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ നമുക്ക് E - 5 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ശരിയാണോ? സോ മിനിമം പോസിബിൾ വാല്യൂ എത്ര മക്കളെ, 0 ആണ്. അടുത്ത മക്കളെ ത്രഷോൾഡ് വേവ്ലെങ്ത് നമുക്ക് 5 which is equal to h nu 0 ആണ്, which is equal to hc divided by lambda 0 ആണ്. സോ 5 ക്ക് പകരം പറയാം മക്കളെ hc divided by lambda 0. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, lambda 0 കണ്ടുപിടിക്കണം. lambda 0 which is equal to ത്രഷോൾഡ് വേവ്ലെങ്ത് which is equal to hc divided by 5. hc divided by 5 ആണ് മക്കളെ. hc ആണെങ്കിൽ നമുക്ക് പറയാം hc which is equal to 12400. ഓർമ്മയുണ്ടോ? ഡിവൈഡ് ബൈ 5 എന്തിൽ പറയണം മക്കളെ, ഇലക്ട്രോൺ വോൾട്ടിൽ പറയണം. അങ്ങനെയെങ്കിൽ ഇത് എന്തിൽ കിട്ടും, ആങ്സ്ട്രോമിൽ ആൻസർ കിട്ടും. ശരിയാണോ? സോ 5 which is equal to എത്രയാണ്, 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ നമുക്ക് ആൻസർ കിട്ടും മക്കളെ. നമുക്ക് ആൻസർ താഴെ എഴുതാം. ആൻസർ കിട്ടും മക്കളെ എത്രയാണ്, ഇത് ചെയ്യുമ്പോൾ കിട്ടും 2480. അത്ര എന്താ മക്കളെ, ആങ്സ്ട്രോം. സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. അതും കഴിയും. അടുത്തത് വേണം ത്രഷോൾഡ് ഫ്രീക്വൻസി. നമുക്ക് ഈ ക്വസ്റ്റൻ ഉപയോഗിക്കാം. 5 which is equal to h nu 0. ഇതിൽ nu 0 കണ്ടുപിടിക്കണം. അതായത് 5 ഡിവൈഡ് ബൈ h which is equal to 5 ന്റെ വാല്യൂ എത്ര മക്കളെ, 5 ന്റെ വാല്യൂ ഇതാണ് 5 ന്റെ വാല്യൂ. ശരിയാണോ? സോറി 5 ന്റെ വാല്യൂ ഇതാണ്. എത്രയാണ്, 5 into ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റാൻ നമുക്ക് എത്ര കിട്ടും, 1.6 into 10 raised to minus 19 ഡിവൈഡ് ബൈ h എത്ര മക്കളെ, 6.6 into 10 raised to minus 34. സോ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, നമുക്ക് എത്ര കിട്ടും, 8 കിട്ടും. സോ 8.0 കിട്ടും. ഇതെന്ത് ചെയ്യും, 6.6 8 അപ്പോൾ 6 ആകുമ്പോൾ 1.2 സംതിങ് കിട്ടും അല്ലേ, 1.2 into ഇത് മുകളിലേക്ക് പോവാ minus 34 മുകളിൽ 34 ആവും. 34 minus 19 എത്ര കിട്ടും, 15. സോ 10 raised to 15. അത്ര എന്താ മക്കളെ, ഹെഡ്സ്. എപ്പോൾ മല്ലേടാ? സോ സിമ്പിൾ കുഞ്ഞി കാര്യം. അതും കഴിയും. സോ അതും കഴിഞ്ഞു. അടുത്തതാണ് മാക്സിമം സ്പീഡ്. നോക്കുമ്പോൾ മാക്സിമം സ്പീഡ് കൈനറ്റിക് എനർജി which is equal to half mv max square. ശരിയാണോ? നമുക്ക് ഇത് കണ്ടുപിടിക്കണം. വേറെ ക്വസ്റ്റൻ ആണ് കൈനറ്റിക് എനർജി which is equal to EV0. സോ EV0 which is equal to half mv max square ആണോ? സിമ്പിൾ അല്ലേടാ? v max square which is equal to 2EV0 divided by m. സോ v max which is equal to root of 2EV0 divided by m. ഇനി നമുക്ക് മക്കളെ റൂട്ട് ഓഫ് 2 ഞാൻ അതുപോലെ എഴുതി. ഇക്ക് പകരം പറയാം 1.6 into 10 raised to minus 19 into V0 ന് പകരം പറയാം എത്ര, V0 ന്റെ വാല്യൂ മക്കളെ 3 ആണ്. 3 ഡിവൈഡ് ബൈ m ന് പകരം പറയാം 9.1. അതെന്താണ് മക്കളെ, ഇലക്ട്രോണിന്റെ മാസ് ആണ് അല്ലേ. എത്ര, 9.1 10 raised to minus 31 അല്ലേ, 31. ഇത്ര മനസ്സിലായോടാ? ഇത് നോക്കാം, ഇത് കിട്ടും 16 into 2 എത്രയാണ്, 3.2. ശരിയാണോ? ഇനി എന്താണ് 3.2 into 3 എത്ര, 9 കിട്ടും. 3.2 എന്ന് പറഞ്ഞാൽ 3 വിചാരിച്ചു, 3 into 3 9 കിട്ടും. ആ 9ഉം ഈ 9ഉം ക്യാൻസൽ ആയി പോയി. അപ്പോൾ കിട്ടും 10 raised to minus 31. ഇത് മുകളിൽ വരുമ്പോൾ 10 raised to 31 വരും. അപ്പോൾ 10 raised to minus 31 19 വരുമ്പോൾ റൂട്ട് 10 raised to 12 എന്ന് വരും. ശരിയാണോ മക്കളെ? അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to 12 ആണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ റേസ് 1/2 ആണ്. വെട്ടി പോകുമ്പോൾ 6 കിട്ടും. സോ ആൻസർ മക്കളെ 10 raised to 6 എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. സിമ്പിൾ അല്ലേടാ?